Hello everyone, welcome to Expert Gear Corporate Training and Consulting. ടാലിയിൽ എങ്ങനെയാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഡെബിറ്റ് നോട്ട്? നമ്മൾ ഒരാളെടുത്ത് നിന്ന് ഒരു പർച്ചേസ് ചെയ്തിട്ട് ആ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. അതേപോലെ നമ്മൾ സെയിൽസ് റിട്ടേൺ വരുന്ന കേസിലാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം അതിന് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളെടുത്ത് നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് അയാൾ സൺട്രി ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, ഞാൻ വാങ്ങിക്കുന്നത് ഓക്കെ മെയിൻ ലൊക്കേഷൻ ക്വാണ്ടിറ്റി ഒരു 100 ഐറ്റംസ് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഒരു 1000 rupees പെർ ക്വാണ്ടിറ്റി റേറ്റിൽ ഞാൻ അങ്ങനെ 1 lakh rupees ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പർച്ചേസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അയാൾക്ക് അതിൻ്റെ പേയ്മെൻറ്റും ചെയ്യാണ്. അപ്പോൾ മിസ്റ്റർ എക്സ് 1 lakh rupees ഞാൻ പേ ചെയ്തു. ഞാൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിസ്റ്റർ എക്സിൻ്റെ ലെഡ്ജർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മിസ്റ്റർ എക്സിന് ഞാൻ പർച്ചേസ് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു, 1 lakh ആണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എനിക്കൊരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ പർച്ചേസ് എടുക്കും. പർച്ചേസിൻ്റെ ഈ ഒരു എൻട്രിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം എൻട്രി ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ട് എന്ന് കാണാം. ആ ഡെബിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു എൻട്രി പാസ് ചെയ്തതുപോലെ തന്നെ കാണാം. എത്ര സ്റ്റോക്കാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്? ഇപ്പം ഞാനൊരു 50 സ്റ്റോക്സ് ആണ് റിട്ടേൺ കൊടുക്കുന്നത്. അപ്പം 50 റിട്ടേൺസ് ഉണ്ട്. പർച്ചേസ് കാണിച്ചു. ഓക്കെ, എൻട്രി പാസ് ചെയ്തു. അപ്പം ഇവിടെ കാണാം ഞാൻ 1 lakh പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് 1 lakh ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു ഡെബിറ്റ് നോട്ടും കൂടെ വേറെ വന്നു. അപ്പോൾ എന്ത് വന്നു? ബാലൻസ് എമൗണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളത് പോലെ, അതായത് ഡെബിറ്റ് ബാലൻസ് 50,000 ആയിട്ട് കിടക്കും. കാരണം നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ ഇതാണ് ഡെബിറ്റ് നോട്ടിൻ്റെ കേസ്. ഇനി എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് നോട്ടിൽ നിന്ന് നോക്കാം. അപ്പം ക്രെഡിറ്റ് നോട്ടിൻ്റെ കേസിൽ വീണ്ടും നമ്മൾ കുറച്ച് സെയിൽ ചെയ്യണം. അപ്പം ആദ്യം ഒരു സെയിൽ ചെയ്യാണ്. സെയിൽസ് റെഫറൻസ് നമ്പർ 100, പാർട്ടി അക്കൗണ്ട് നെയിം ഞാൻ ഒരു പുതിയ ആളെ ക്രിയേറ്റ് ചെയ്യുന്നു, മിസ്റ്റർ സെഡ്. അപ്പം ഡെപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്വാണ്ടിറ്റി ഒരു 100 റേറ്റ്. ഓക്കെ, ഓക്കെ, സെയിൽ ചെയ്തു. ഇനി അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് കാണിക്കണം. ടു മിസ്റ്റർ സെഡ് 1 lakh അക്കൗണ്ട് ബൈ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ആ പൈസ റിസീപ്റ്റ് കിട്ടിയതുപോലെ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് മിസ്റ്റർ സെഡിൻ്റെ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽ ചെയ്തതുണ്ട്, അതേപോലെ റിസീപ്റ്റ് കിട്ടിയതുകൊണ്ട്. അപ്പം നമുക്ക് ഇനി സെയിൽ ചെയ്തതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഡ്യൂപ്ലിക്കേഷൻ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പം ക്രെഡിറ്റ് നോട്ട് പാർട്ടി എത്രയാണ് ക്വാണ്ടിറ്റി ഈസ് 50. ഓക്കെ, ഓക്കെ, അപ്പം സെയിൽസ് ഉണ്ടായിരുന്നു. സെയിൽസ് റിട്ടേൺ ഉണ്ടാവുന്ന കേസിലാണ് നമ്മൾ
ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ മിസ്റ്റർ സെഡിന് ഇനി 50,000 ബാലൻസ് ഉണ്ട്, പേയബിൾ ആയിട്ട് വരുന്നുണ്ട്, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അപ്പം ചില ടാലിയിൽ ചിലപ്പോൾ ഡെബിറ്റ് നോട്ടും അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടിൻ്റെതും ഈ ഓപ്ഷൻസ് അവിടെ ചിലപ്പോൾ കാണില്ല. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡെബിറ്റ് നോട്ട് എന്നുണ്ട്, അതേപോലെ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഒരു ഓപ്ഷൻസ് ചിലപ്പോൾ കാണില്ല. അപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇവിടെ F11 ഫീച്ചേഴ്സിൽ പോകണം. F11 ഫീച്ചേഴ്സിൽ പോവുക, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ കാണാം യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഇത് അധികം ഡിഫോൾട്ടായിട്ട് നോ എന്നാണ് ഉണ്ടാവുക. ഇത് യെസ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇനേബിൾ ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ ഡെബിറ്റ് നോട്ടിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെയും കേസിലേക്ക് പോകാൻ പാടുള്ളൂ.